Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Good Good afternoon, afternoon. ma'am. Good afternoon, ma'am. എല്ലാരും ഊണൊക്കെ കഴിച്ചാ? ഊണ് കഴിച്ച എല്ലാവരും? Yes, ma'am. കഴിച്ചു അല്ലേ? ഓക്കെ. Ma'am, കഴിച്ചോ? കഴിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരു 45 മിനിറ്റേ കിട്ടിയുള്ളൂ. പിന്നെ പവർ ഫെയിലിയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല അല്ലെ. ഓക്കെ, പിന്നെ ക്ലാസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് അല്ലെ. ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ചാപ്റ്റർ 3 ഓക്കെ. മൊഡ്യൂൾ 2 വരുന്ന 3ാമത്തെ ചാപ്റ്റർ ആണ് ലബോറട്ടറി സർവീസ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് തുടങ്ങാം. ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെയാ പഠിച്ചത് ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മള് ലബോറട്ടറി സർവീസിനെ പറ്റി പറഞ്ഞു അല്ലെ. ഈ ഒരു ചാപ്റ്ററിനടുത്ത് നിങ്ങൾക്ക് ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് കേട്ടോ. ലാബ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലാബിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താണ് ലാബ് അത് തരുന്ന അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാബിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 5 ഡിവിഷൻസ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഹൈറാർക്കി പഠിക്കാനുണ്ട്. ഒരു ലാബിനകത്തുള്ള ആ ഒരു സ്റ്റാഫുകളുടെ ഹൈറാർക്കി, ഒരു അധികാര ശ്രേണി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ലാബിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ വീണ്ടും വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ബേസ്ഡ് ഓൺ NABL കേട്ടോ. NABL ബേസ് ചെയ്തിട്ട് ലബോറട്ടറിയിൽ ഇതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ എക്യുപ്മെന്റ്സുകൾ, സാധാരണ നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണെന്നല്ല, എക്യുപ്മെന്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ലാബുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, പിന്നെ വാർണിംഗ് സൈനുകൾ കേട്ടോ. അത് ചിത്രം അടക്കം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയും പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു കഴിയുമ്പോൾ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാബിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്താണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഈ പറയുന്ന ലാബിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെ, അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ബ്ലഡ്, യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂള്, സെറം, പ്ലാസ്മ, സെല്ല്, ടിഷ്യൂസ്, ഇതൊക്കെ എന്താണ് ഓരോരോ ബ്ലഡ് ക്ലിനിക്കൽ സാമ്പിളുകളാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യം, ഒരു ലാബിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിന് എന്താണെന്ന് വെച്ചാൽ ആസ്മ ഇമ്മ്യൂണോളജിയിൽ വരുമോ അല്ലെ. ആസ്മ ഇമ്മ്യൂണോളജിയിൽ വരുമെന്ന് ചോദിച്ചാ വരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖം ആണെന്ന് നമുക്ക് പറയാം ആസ്മ. പിന്നെ മാത്രമല്ല അത് കുറച്ച് പാരമ്പര്യമായിട്ട് വരുന്നതാണ് ആസ്മ അല്ലെ, പാരമ്പര്യമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇമ്മ്യൂണോളജിയിൽ പറയാം. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കും. സാധാരണ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് പറയാം, ഡയബറ്റീസ് ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ആസ്മയും ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സിനെ പറ്റി അല്ലെ. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻസ് ആയിരിക്കാം അല്ലെ, രോഗികളും ആവാം. ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഒരു ലാബ് ടെസ്റ്റ് നിർദ്ദേശിക്കുന്നുണ്ടാവും. ലാബിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫിസിഷ്യനും അവരുടെ കസ്റ്റമറാണ് അല്ലെ. അപ്പൊ അവർക്കൊരു എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാക്ട് റിസൾട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള എന്ത് അസുഖമാണെന്ന് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. രോഗം കറക്റ്റ് ആയിട്ട് ഡയഗ്നൈസ് ചെയ്താലാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞു ലാബിനെ അവ ചെയ്യുന്ന ഫങ്ഷൻസ്, അവ കൊടുക്കുന്ന സേവനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് 5 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇതൊക്കെയാണ് 5 ഡിവിഷൻസ്. ഇതൊക്കെയാണ് ഒന്ന് ക്ലിനിക്കൽ പാത്തോളജി, രണ്ടാമത്തെ എന്താണ് ക്ലിനിക്കൽ മൈക്രോബയോളജി, മൂന്നാമത്തത് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, നാലാമത്തത് യൂറിനാലിസിസ്, അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക്. ഇതുവരെയാണ് നാം പറഞ്ഞത്. യൂറിനാലിസിസ് പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ദ ടെസ്റ്റ് ഓഫ് യൂറിൻ, അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല രോഗങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബ്ലഡ് ബാങ്ക് പിന്നെ നമ്മൾ ചാപ്റ്റർ ആയിട്ട് പഠിച്ചതാണ്, അല്ലെ? ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്ന ആൾക്കാരൊക്കെ ക്ലിനിക്കൽ പാത്തോളജിയിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ക്ലിനിക്കൽ സാമ്പിൾസ്, അല്ലെ? ബ്ലഡ്, യൂറിൻ, അതുപോലെ സെരം, പ്ലാസ്മ, അവയൊക്കെ പരിശോധന വിധേയമാക്കിക്കൊണ്ട് നമ്മൾ പല രോഗങ്ങളുടെയും നിർണയം നടത്തും. ഓക്കെ കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ അഞ്ചിത. അപ്പൊ നോക്കൂ, ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹെമറ്റോളജി. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു ഹെമറ്റോളജി? സ്റ്റഡി ഓഫ് ബ്ലഡ്. അതെ, അത് കറക്റ്റ് ആണ്. താല്പര്യം കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ശ്രുതി കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ്, അല്ലെ? അപ്പൊ ബ്ലഡ് സാമ്പിളുകൾ പരിശോധന വിധേയമാക്കിക്കൊണ്ട് പല രോഗങ്ങളും നമ്മൾ കണ്ടെത്തും. പിന്നെ അതിനകത്ത് വന്നത് സൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് ആണ്. പറഞ്ഞു കേട്ടോ. ഹിസ്റ്റോപാത്തോളജി എന്താണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി, സുഹൈന, വർഷ കറക്റ്റ് ആണ്. അച്ഛനെ പറയുന്നു ഹിസ്റ്റോപാത്തോളജി ആണ് പറഞ്ഞത്. ടിഷ്യൂ, ഓക്കെ കറക്റ്റ് ആണ്. സൗമ്യ, അതിര്, കുഞ്ഞി, അഞ്ചിത, അലോണ, ശ്രുതി കറക്റ്റ് ആണ് കേട്ടോ. കലകളെ കുറിച്ചുള്ള പഠനമാണ്. പിന്നെ നമ്മൾ കണ്ടത് ഇതിനകത്ത് റൂട്ടീൻ പാത്തോളജിയാണ്. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. സുഹൈന, സ്റ്റഡി ഓഫ് ടിഷ്യൂനെയാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ കണ്ടത് റൂട്ടീൻ പാത്തോളജിയാണ്, അല്ലെ? ഇറ്റ് ഗീവ്സ് ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ, അല്ലെ? ഒരു വ്യക്തിയുടെ ഓവറോൾ ഹെൽത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് തരുന്നു? അറിവ് തരുന്നു. ഓക്കെ, അതാണ് റൂട്ടീൻ പാത്തോളജി. എക്സാമ്പിൾ നമ്മൾ CBC ഒക്കെ പറഞ്ഞു. ക്ലിനിക്കൽ മൈക്രോബയോളജി വിഭാഗത്തിൽ പറഞ്ഞു. മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെ? അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബാക്ടീരിയോളജി, അല്ലെ? സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അതുപോലെ തന്നെ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്രോ ബാക്ടീരിയ ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. അത് കുറച്ച് മറ്റുള്ള ബാക്ടീരിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടെ എന്താണ്, ഹാംഫുൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള പഠനം. അതിലൂടെ നമുക്ക് TB പോലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൈക്രോ ബാക്ടീരിയ. കുഷ്ഠരോഗം കറക്റ്റ് ആണ് കേട്ടോ. ജെസില, ലെപ്രസി അതിനകത്ത് വരുന്നതാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ TB മാത്രമല്ല, ലെപ്രസി അതിനകത്ത് വരുന്നതാണ്. എന്താണ് വെച്ചാൽ സൈറ്റോളജി പറയാൻ വിട്ടുവരുന്നത്. സൈറ്റോളജി പറഞ്ഞിരുന്നല്ലോ. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെല്ലാണ് കേട്ടോ. പിന്നെ വൈറോളജി, സ്റ്റഡി ഓഫ് വൈറസസ്. പിന്നെ മൈക്കോളജി എന്താ? മൈക്കോളജി പറയൂ. മൈക്കോളജി എന്താ? എന്താണ് മൈക്കോളജി? കറക്റ്റ് ആണ് കേട്ടോ. അറിയ, സൗമ്യ, ശ്രുതി എന്നിയൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി അരവിന്ദ്, ശ്രുതി അഖില, ആതിര, ജസീല, ജിത, അമലു, അഫ്ന കറക്റ്റ് ആണ് കേട്ടോ. ഫംഗസ്, അല്ലെ? ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. അനീഷ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ പാരസൈറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. കറക്റ്റ് ആണ് ജസീല. വളക്കടിയൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, അല്ലെ? അത്ലറ്റ്സ് ഫുഡൊക്കെ എക്സാമ്പിൾ. പാരസൈറ്റുകൾ, വിരകളെ പറ്റി, അല്ലെ? നമുക്ക് ഡയേറിയ ഒക്കെ വരുന്നത് ഈ വിരകൾ മൂലമൊക്കെയാണ് കേട്ടോ. പിന്നെ ഇമ്മ്യൂണോളജി, സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലെ? ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലെ? നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനെ കുറിച്ചുള്ള പഠനമാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് സെറോളജിയാണ്. കാണുന്നുണ്ട് കേട്ടോ ഞാൻ മെസ്സേജസ്. നന്ദന, സുഹൈന, അമലു, അനീഷ, ആദ്യ, അഞ്ജിത, ശ്രുതി, അഖിൽ, പ്രസീല, നന്ദന, ശ്രുതി, അരവിന്ദ്, ദിവ്യ, ദിവാകരൻ, സീല, അഫ്ന, അമലു, സുഹൈന, അനീഷ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് സെറമാണ് കേട്ടോ. സെറം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസുകളും പ്രോട്ടീൻ ഫാക്ടേഴ്സ് ഒക്കെ മാറ്റി നിർത്തിയാലുള്ള ഒരു ക്ലിയർ ലിക്വിഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ പറഞ്ഞു യെല്ലോയിഷ് കളർ ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതാണ് സെറം കേട്ടോ. സെറത്തിൽ നമുക്ക് സ്പെഷ്യൽ അതിനാണ് അല്ലെ പറഞ്ഞത്, യെല്ലോയിഷ് കളറാണ്. അപ്പം ഈ പറയുന്നതിൽ ചില സ്പെഷ്യൽ ആന്റിബോഡീസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അതിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് പല രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗമാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. അതാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ബയോളജിയും വരുന്നുണ്ട്, അതിനകത്ത് ഒരു കെമിസ്ട്രിയും വരുന്നുണ്ട്, അല്ലെ? ബയോ കെമിസ്ട്രി എന്തായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവാം? അതായത് കെമിക്കൽ കോമ്പോസിഷൻസ് ഓഫ് ദ
ബയോളജിക്കൽ ഓർഗാനിസംസ് അല്ലെ, അഥവാ ലിവിങ് ഓർഗാനിസംസിനകത്ത് നടക്കുന്ന പല എന്താ പറയുക കെമിക്കൽ പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ പലതിന്റെ കെമിക്കൽ കോമ്പോസിഷൻസ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു അനാലിസിസ് ആണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ്, അതുപോലെ തന്നെ യൂറിൻ, പിന്നെ എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ മസ്തിഷ്കത്തിനകത്തുള്ളതാണ് കേട്ടോ. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അങ്ങനെയുള്ള ശരീരദ്രവങ്ങളെയൊക്കെ എന്താണ് അനലൈസ് ചെയ്യുന്ന ആ ഒരു വിഭാഗമാണ്, അത്തരത്തിലുള്ള ഒരു ലാബ് സേവനമാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. കൂടുതലും ശരീരദ്രാവകങ്ങളെയാണ് അവിടെ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ശരീരദ്രാവകങ്ങളെയാണ്, അതായത് ബ്ലഡ്, യൂറിന്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറം, അങ്ങനെയുള്ള ശരീരദ്രാവകങ്ങളെ അനാലിസിസിന് വിധേയമാക്കിക്കൊണ്ട് പല രോഗങ്ങളുടെയും നിർണ്ണയം അവിടെ നടത്താറുണ്ട്. ഓക്കെ, അതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ബയോകെമിക്കൽ അനാലിസിസും മറ്റൊന്ന് ഹോർമോണൽ അസേസും. ഇതൊക്കെയാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേയും. എന്താണ് ബയോകെമിക്കൽ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ബയോകെമിക്കൽ അനാലിസിസ്, നമ്മുടെ ശരീരത്തിന് ചില കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്, കെമിക്കൽ എന്താ പറയാ ഏജൻസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ് അറിയാമോ? എൻസൈംസ്, നിങ്ങൾക്ക് അറിയാം എൻസൈംസ്, അതുപോലെ തന്നെ കറക്റ്റ് ആണ്. എൻസൈംസ്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതെല്ലാം എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള പല കെമിക്കൽ ഏജൻസ് ആണ്. അപ്പൊ അതിന്റെ ബയോ റിയാക്ഷൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് ബയോകെമിക്കൽ എന്ന് വരുന്നത് അല്ലെ. ബയോകെമിക്കൽ അനാലിസിസ് ആണ്. ഒരു ലിവിങ് ഓർഗാനിസംസിന് അകത്തുള്ള പല കെമിക്കൽ ഏജൻസ്, ദാറ്റ് മീൻസ് ഹോർമോണുകള്, എൻസൈംസുകള്, പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, കാർബോഹൈഡ്രേറ്റ്സുകള്, അതുപോലെ തന്നെ കരളിന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിനകത്ത് വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ എന്താണ് അനാലിസിസിന് വിധേയമാക്കിക്കൊണ്ട് പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നമ്മൾ നടത്തുകയും തുടർന്ന് ചികിത്സിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ശരീരത്തിലെ എൻസൈമുകള്, ലിപ്പിഡ്സുകള്, പ്രോട്ടീൻസുകള്, കാർബോഹൈഡ്രേറ്റുകള്, ഇവയൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് നോക്കുക കേട്ടോ, ഇതിനകത്ത് എന്തൊക്കെ അസുഖങ്ങളെ നമുക്ക് അതിലൂടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെ അസുഖങ്ങളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും, എന്തൊക്കെയാണ്? ഡയബറ്റിസ് അല്ലെ, ഡയബറ്റിസ്, അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഡിസീസസുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. LFT ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയും. LFT, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, LFT, അതിലൂടെ നമുക്ക് ലിവറിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡയബറ്റിസ് ഒക്കെ നമുക്ക് അതിനകത്ത് പറയാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് എന്താണ് ഹോർമോണൽ അസേ. എന്താണ് ഹോർമോണൽ അസേസ്? ഹോർമോണൽ അസേ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അസേ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഹോർമോണൽ അസേ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീര ദ്രാവകങ്ങളിലുള്ള ചില പ്രത്യേക ഹോർമോണുകളുടെ അളവ് പരിശോധിക്കാനായിട്ട്, അളവ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് അല്ലെ ഹോർമോണൽ അസേ. നമുക്കറിയാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെ. ഹോർമോണിന്റെ വ്യതിയാനം, എന്തുമാത്രം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പൊ ഇത്തരം ഹോർമോണുകളുടെ വ്യതിയാനം മൂലം നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലെ. ഇപ്പൊ ഡയബറ്റിസ്, നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ആ ഒരു ഇത്. അതുപോലെ തന്നെ എന്താ പറയാ കാൽസ്യട്ടോണിൻ, കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന കാൽസ്യട്ടോണിൻ ഹോർമോൺ, ഒരുപാട് ഹോർമോൺസുകൾ ഉണ്ട്. സൊമാറ്റോട്രോപ്പിൻ, അങ്ങനെ ഒത്തിരിയേറെ ഹോർമോണുകൾ ഉണ്ട് കേട്ടോ. അത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? PCOD ഒക്കെ പറയാം അല്ലെ. PCOD പറയാം, അതുപോലെ തൈറോയിഡ് ഡിസീസസുകൾ പറയാം, ഡയബറ്റിസ് പറയാം. അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഡയബറ്റീസ് നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടാണ്. അതുപോലെ PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം അല്ലെ, PCOD എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന അവസ്ഥകളാണ്. അതുപോലെ തൈറോയിഡ് ഡിസീസ് അല്ലെ, കേട്ടില്ലേ? തൈറോക്സിൻ അല്ലെ, തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് തൈറോയിഡ് പ്രോബ്ലംസ് വരുന്നത്. തൈറോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുവിധം എല്ലാ മെറ്റാബോളിസവും തകരാറുണ്ടാവും. തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാരണം തൈറോയിഡ് ആണ് നമ്മുടെ മറ്റു പല ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളിൽ കൺട്രോൾ ചെയ്യുന്ന ആള് തൈറോയിഡ് ആണ്. തൈറോയിഡിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഫുൾ മെറ്റാബോളിസം ആകെ തകരാറിലായി പോകും. ഓക്കെ, അതിനെ തുടർന്ന് എനിക്ക് 5 ഉണ്ട്. ഓക്കെ, പല 2 ഉണ്ടല്ലോ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തടിച്ചു വരുന്നു, ഒരു തൈറോയിഡ് വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫാക്ട് ചെയ്യാം.
അഞ്ചിന. അപ്പൊ എത്രയുണ്ടാ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിനകത്ത് ഒരു കുട്ടി എന്താണ് കുട്ടി പേരെന്താണ്? അഞ്ചികയാണോ? അഞ്ചികയല്ലല്ലോ. വെച്ചിട്ടുള്ളൊരു കുട്ടി ലാസ്റ്റ് PDF ഇല്ല, PDF കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ പേര് ഞാൻ മറന്നല്ലോ. പേര് മറന്നു. അത് ആ കുട്ടീനെ ആഡ് ചെയ്തായിരുന്നോ? ന്യൂ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു. ആദില. അതന്നെ, ആദില എന്നല്ല കുട്ടിയുടെ പേര്. ആദില. കുട്ടീനെ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തിരുന്നോ? അതിലെന്നെ ആൾക്ക് PDF ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കണം കേട്ടോ ഞാൻ കുട്ടി വരികയാണെങ്കിൽ. അപ്പൊ ആദ്യത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രോഗനിർണയത്തിനും ചികിത്സയ്ക്കായിട്ട് ബ്ലഡ്, യൂറിൻ, അതുപോലെ തന്നെ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് പോലുള്ള ശരീരദ്രാവകങ്ങളെ പരിശോധനാ വിധേയമാക്കിയിട്ട് രോഗനിർണയം നടത്തുന്നത്. അത്തരത്തിലുള്ള ലാബ് സേവനങ്ങളാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രിക്കകത്ത് നടക്കുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന രണ്ട് ഉപവിഭാഗങ്ങളാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേയും. ബയോകെമിക്കൽ അനാലിസിസ് ആ പേര് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള പല കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസിന്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ലിപ്പിഡ്സുകള്, എൻസൈംസുകള്, കാർബോഹൈഡ്രേറ്റുകള്, പ്രോട്ടീൻസുകള് എന്നിവയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് രോഗനിർണയം നടത്തും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡയബറ്റിസ് എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ലിവർ ഡിസീസസ് ഒക്കെ തന്നെ എക്സാമ്പിൾ ആണ്. ഹോർമോണൽ അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരദ്രാവകങ്ങളിലുള്ള ചില പ്രത്യേക ഹോർമോണുകളുടെ അളവ് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റുകളാണ്. അതിലൂടെ നമുക്ക് പല അബ്നോർമാലിറ്റി, ഹോർമോണൽ അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലൂടെ പല രോഗങ്ങളെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് ഡയബറ്റിസ് നമുക്ക് പറയാം, PCOD പറയാം, അതുപോലെ തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതെല്ലാം വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അത്രയും നമ്മൾ പഠിച്ചത് ഒരു ലബോറട്ടറിയുടെ സേവനങ്ങൾ, അവ നൽകുന്ന സേവനങ്ങളെ ബേസ് ചെയ്തിട്ട് 5 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെമറ്റോളജി ഏത് വിഭാഗത്തിലാണ് വരുന്നത്, ബാക്ടീരിയോളജി, വൈറോളജി ഏത് വിഭാഗത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഹോർമോണൽ അസേ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലാണോ അതോ ക്ലിനിക്കൽ മൈക്രോബയോളജിയിലാണോ ക്ലിനിക്കൽ പാത്തോളജിയിലാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ഹൈറാർക്കി കേട്ടോ, അധികാര ശ്രേണി. ഓക്കെ, അതായത് നമ്മളൊരു ലാബിനകത്തുള്ള സ്റ്റാഫുകളുടെ, ഇപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ ഒരു ഓർഗാനോഗ്രാം പഠിച്ചില്ലേ, എന്നതുപോലെ ബയോകെമിക്കൽ അനാലിസിസ് വഴിയായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അല്ലെ. നമ്മളെ ഡയബറ്റിസ് കേട്ടോ, ഡയബറ്റിസ് പറയാം നമുക്ക്. പിന്നെ ലിവർ ഡിസീസസ് ഒക്കെ പറയാം കേട്ടോ. ലിവർ ഡിസീസ്, ലിപ്പിഡ്സ് ഒക്കെ ആണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ലിവർ ഡിസീസസ് LFT ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ലിപ്പിഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഈ ബിലിറൂബിന്റെ അളവ്, ബിലിന്റെ അളവ്, SGPT, SGOT, ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് LFT ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. അടുത്തത് ഹൈറാർക്കി കേട്ടോ, അധികാര ശ്രേണിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളെ നമ്മൾ അത് ഒരു ഹൈറാർക്കിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് പഠിക്കുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ പൊസിഷൻ കൃത്യമായിട്ട് നോക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എഡ്യൂക്കേഷൻ ട്രെയിനിങ് വായിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ പൊസിഷനിലുള്ള വ്യക്തികളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അപ്പൊ ഒരു 3 ഇത് തന്നിട്ടുണ്ട്. ഒന്ന് പൊസിഷൻ ആണ്, പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, മൂന്നാമത്തത് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നമ്മളൊരു ഹൈറാർക്കിയൽ ഓർഡറിലാണ് പറഞ്ഞത്, ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന വ്യക്തി, അതിന് തൊട്ട് താഴെ, ആ രീതിയിലുള്ള ഒരു ഹൈറാർക്കിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കാം. ഒന്നാമത്തത് ലബോറട്ടറി ഡയറക്ടർ. ആരാണ്? ലബോറട്ടറി ഡയറക്ടർ, ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്? ഡോക്ടറൽ ഡിഗ്രി, അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. MD പറയുന്നുണ്ട്, MD കോമ ഇടണം കേട്ടോ. MD കോമ
PhD ആണ് പറയുന്നത് കേട്ടോ. MD എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ PhD പറയുന്നുണ്ട്. PhD എന്താണ്? ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലെ? ഡോക്ടർ ഓഫ് ഫിലോസഫി എന്താണ്? മൊത്തം വായിക്കാം. ഡോക്ടറൽ ഡിഗ്രി സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഡോക്ടറൽ ഡിഗ്രി ആയിരിക്കാം, അതായത് MD ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്? PhD സ്കോളേഴ്സ് ആയിരിക്കാം. PhD എന്താണ്? ഡോക്ടർ ഓഫ് ഫിലോസഫി ആണ് അല്ലെ? ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിനകത്ത് റിസർച്ച് സ്കോളേഴ്സ്, അവരെ നമ്മൾ PhD കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ എന്താ പറയുക? സയന്റിസ്റ്റ് എന്നാണ് പറയുക അല്ലെ? അവരും ഡോക്ടർ തന്നെയാണ്, PhD ഡോക്ടർ ആണെന്ന് മാത്രം. പിന്നെ നമ്മൾ അവരെ സയന്റിസ്റ്റ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. അവരുടെ യോഗ്യത PhD ആയിരിക്കും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി MD ആവാം, അതല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് PhD യോഗ്യത കേട്ടോ. PhD യോഗ്യത, PhD കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് പറയുക. റിസർച്ച് സ്കോളേഴ്സ് ആണല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഫുള്ള് വേണമെന്നൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ആവാം, പലപ്പോഴും എന്താണ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് PhD സ്കോളർ ആവാം. അതല്ലെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ്, അതായത് ഈ ഒരു ലബോറട്ടറി ബോർഡ് ഉണ്ട്, ആ ബോർഡിന്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും അവര് ശുപാർശ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാബ് സയൻസിൽ ലാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഒരു സർട്ടിഫിക്കേഷൻ അവര് ശുപാർശ ചെയ്യുന്നുണ്ട്, ബോർഡ് സർട്ടിഫിക്കേഷനും ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും യോഗ്യതകളാണ് ആർക്ക് വേണ്ടത്? ഒരു ലബോറട്ടറി ഡയറക്ടർ വേണ്ടത്. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി MD ആവാം, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ബി മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, ദാറ്റ് മീൻസ് PhD യോഗ്യതയുള്ള ആളുകളാവാം. അതോടൊപ്പം തന്നെ ബോർഡ് സർട്ടിഫിക്കേഷനും അവിടെ ശുപാർശ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ബോർഡിന്റെ ആ ഒരു സർട്ടിഫിക്കേഷനും അവരവിടെ ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റീസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ലബോറട്ടറി ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് അല്ലെ. നോക്കൂ, കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ. ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ലബോറട്ടറി ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ എൻഷുവേഴ്സ് ദ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ, വളരെ ഗുണമേന്മയുള്ള ഒരു രോഗി പരിചരണവും അദ്ദേഹം ഉറപ്പാക്കുന്നു. ഗുണമേന്മയുള്ള രോഗി പരിചരണം എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്നു അല്ലെ, അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നു. അതിലൂടെ നമുക്ക് കറക്റ്റ് രോഗനിർണയം നടത്താൻ അവർക്ക് നല്ലൊരു ക്വാളിറ്റി കെയർ അവർക്ക് അതിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും ഗുണമേന്മയുള്ള ഒരു രോഗി പരിചരണം ഉറപ്പാക്കുകയും ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ലബോറട്ടറി ഡയറക്ടറാണ്. അത് മാത്രമല്ല, രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞു, മൂന്നാമതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. എക്സ്പ്ലെയിൻസ് ദ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. അതായത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെയാണ് കേട്ടോ, ഫിസിഷ്യൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ പറയുന്ന ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി. കാര്യം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു പക്ഷെ ഒരു രോഗി എവിടെ വരുന്നത്? ലാബിനകത്ത് വരുന്നതും ടെസ്റ്റിങ്ങിനൊക്കെ വിധേയമാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഡോക്ടർക്ക് അറിയുന്നതിന് വേണ്ടി, ഡോക്ടർക്ക് അറിയണം ഈ രോഗിയുടെ അസുഖം എന്തെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരെ നിർദ്ദേശിച്ചിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ലബോറട്ടറി ഡയറക്ടർ എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങള് അവരെ കൺസൾട്ട് ചെയ്യുന്ന പാത്തോളജിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവരുമായിട്ട് ഈ ടെസ്റ്റ് റിസൾട്ടുകൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഡ്യൂട്ടിയും കൂടെ ആർക്ക് വരുന്നുണ്ട്? ലബോറട്ടറി ഡയറക്ടർക്ക് വരുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ലബോറട്ടറി ഡയറക്ടറാണ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MD ആവാം, ദാറ്റ് മീൻസ് ഡോക്ടറൽ ഡിഗ്രി ആവും. അതുപോലെ PhD ഉള്ളവരെ നമ്മൾ ഡോക്ടർ തന്നെയാണ് കേട്ടോ പറയാം. പക്ഷെ അത് PhD ഓക്കെ, ഡോക്ടർ ഓഫ് ഫിലോസഫി, അവർ നമ്മൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, അതായത് MLS ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റുകൾ. PhD സ്കോളേഴ്സ് ആണ്, ആ യോഗ്യതകളാണ്. ഒപ്പം തന്നെ ബോർഡ് സർട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി 3 പോയിന്റുകളാണ്. ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും, അതായത് അത്രയും ടോപ്പിലിരിക്കുന്ന ആളാണല്ലോ. ലാബിലെ എല്ലാ കംപ്ലീറ്റ് പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യേണ്ടതും അദ്ദേഹമാണ്. അതിലൂടെ പേഷ്യന്റിന് വളരെ ഗുണമേന്മയുള്ള ഒരു രോഗി പരിചരണം ഉറപ്പാക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത്രയും റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ലബോറട്ടറി ഡയറക്ടർക്ക് വരുന്നത്.
ഇനി അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ കേട്ടോ അടുത്തതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. അതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടെക്നിക്കൽ സൂപ്പർവൈസർ ടെക്നിക്കൽ വശങ്ങളെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്താണ് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മീൻസ് ട്രെയിനിങ് പറയുന്നത് പോലെ സെയിം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഡോക്ടറൽ ഡിഗ്രി എക്സാമ്പിൾ MD അല്ലെങ്കിൽ PhD യോഗ്യതയാവാം കേട്ടോ. പിന്നെ മേ ബി അതോ അല്ലെങ്കിൽ മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഈ പറയുന്ന ലബോറട്ടറി സയൻസിൽ ഒന്നെങ്കിൽ മാസ്റ്റർ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരോ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരോ ഒക്കെ ആവാം. ഓക്കെ, ഏതെങ്കിലും ഒന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് കേട്ടോ, എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, ബോർഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുമായിരിക്കും. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അവർക്ക്. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസും ബോർഡ് സർട്ടിഫിക്കേഷനും ശുപാർശ ചെയ്യും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ആവാം, അല്ലെങ്കിൽ PhD. ഇനി അതല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയം, അതായത് ലബോറട്ടറി സയൻസ് ആവാൻ മൈക്രോബയോളജിയോ ബയോകെമിസ്ട്രിയോ അങ്ങനെ ഏതെങ്കിലും വിഷയത്തില് മാസ്റ്റർ ഡിഗ്രി ഉള്ളവരോ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരോ ആവാം, ഡിഗ്രിയോ PG ഉള്ളവർ. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്, ഒപ്പം ബോർഡ് സർട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലാബിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ബോർഡ് സർട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ റെക്കമെൻഡ് ശുപാർശ ചെയ്യും. ഓക്കെ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പേര് സൂചിപ്പിക്കുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. സോ പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ് കേട്ടോ. ഒരു ലാബിന്റെ എന്താണ് സാങ്കേതികവും ടെക്നിക്കൽ ആയിട്ടുള്ള, അല്ലെ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള കാര്യങ്ങളെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് അവിടുത്തെ എക്യുപ്മെന്റ്സുകളായിരിക്കാം, ലാബിനകത്ത് ഒരുപാട് എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ടെക്നിക്കൽ സൈഡ് അല്ലെ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതൊക്കെയാവും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ലാബിന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായിട്ടുള്ള കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൈഡാണ്. സോ ടെക്നിക്കൽ സൂപ്പർവൈസർ. മൂന്നാമത്തെ വ്യക്തിയാണ് ജനറൽ സൂപ്പർവൈസർ. അദ്ദേഹം എന്ന പേര് പോലെ തന്നെ ജനറൽ ആണ്, ജനറൽ സൂപ്പർവൈസർ ആണ് അല്ലെ. ജനറൽ സൂപ്പർവൈസറുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താണ് പറയുന്നത്, മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. അതായത് നേരത്തെ പറഞ്ഞ ലാബ് ഡയറക്ടറുടെയോ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അതേ യോഗ്യത ഉള്ളവരാകാം. പിന്നെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്, ലാബ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് MLS ഓർ MT. MLS എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഇത് വെക്കാട്ടെ, MLT വരുന്നുണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ട്ടോ. അയ്യോ സോറി MLS മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ് കേട്ടോ. അതിന് സയന്റിസ്റ്റ് എന്നും നമുക്ക് പറയാം. ചെയ്തിട്ടുള്ള വ്യക്തിനെ നമുക്ക് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്ന് പറയാം. ഓർ MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ് കേട്ടോ. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് രണ്ടും സെയിം ആണ് കേട്ടോ. MLS എന്നും പറയാം, MT എന്നും പറയും, രണ്ടും സെയിം ആണ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെങ്കിൽ അവരെ നമുക്ക് എന്തും പറയാം, മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്നും പറയാം. അവരെന്ന് പറയുമ്പോൾ ലബോറട്ടറി സയൻസിനകത്ത് എന്താണ് യോഗ്യതയുള്ള ആളുകളായിരിക്കും. പിന്നെ മാത്രമല്ല കുറെ കൂടി ഡീപ്പർ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിനും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അവരെ തന്നെയാണ് മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ MLT മേ ക്വാളിഫൈ. MLT എന്ന് വെച്ചാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. പക്ഷെ MLS-നേക്കാളും കുറച്ചും കൂടെ താഴ്ന്നതാണ് കേട്ടോ. MLS ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ MT അത് സെയിം ആണ്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് MLT, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ്. അവരും ഈ MLS-കാരനും MLT-കാരും രണ്ടു കൂട്ടരും ലാബിൽ തന്നെയാണ് ലാബിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ കുറേയും കൂടെ ഹൈ ക്വാളിഫിക്കേഷനിൽ നിൽക്കുന്നത് MLS-കാരാണ് കേട്ടോ. MLS ഓർ MT-കാർ. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത് റെസ്പോൺസിബിലിറ്റി. ജനറൽ ആണ്, ജനറൽ സൂപ്പർവൈസർ ആണെങ്കിൽ എന്തായിരിക്കും, പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. അതായത് ലാബിലെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ജനറൽ സൂപ്പർവൈസർ ആവും. ഓക്കെ, ടെക്നിക്കൽ ആവുമ്പോൾ ടെക്നിക്കൽ വശങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നു. ജനറൽ എന്ന് പറയുമ്പോൾ ആ ഒരു ലാബിന്റെ ദൈനംദിന കാര്യങ്ങൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെല്ലാം തന്നെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അടുത്ത ആളാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ MLT. ഓക്കെ, MLT-യുടെ എന്താണ് പറയുന്നത്, അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. ഓക്കെ, എന്താണ് പറയുന്നത്, ഒന്നില്ലെങ്കിൽ ഡിഗ്രി, MLT-യില് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തിട്ടുള്ളത്,
അതും അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT, അതായത് നമ്മൾ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സ് പോലെ ചെയ്യില്ലേ, MLT തന്നെ ഡിഗ്രി കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് MLTയുടെ ഒന്നില്ലെങ്കിൽ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു അസോസിയേറ്റിന്റെ ഡിഗ്രി ഉള്ളവരാവാം, അതും അല്ലെങ്കിൽ MLT ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ഉള്ളവര് MLT ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുള്ളത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. ഓക്കെ, സർട്ടിഫിക്കറ്റ് അതായത് MLT ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. ഓക്കെ, ലൈസൻഷ്യർ ഓർ സർട്ടിഫിക്കേഷൻ മേ ബി റിക്വയർഡ് ബൈ എംപ്ലോയീസ്. അത് കൂടാതെ പല എംപ്ലോയേഴ്സുകളും എന്താവശ്യപ്പെടാറുണ്ട്, സർട്ടിഫിക്കേഷൻ ആവശ്യപ്പെടാറുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തതിന്റെ സർട്ടിഫിക്കേഷനും അവര് എന്ത് ചെയ്യാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഒന്നില്ലെങ്കിൽ MLTയിൽ ഡിഗ്രി ഉള്ളവര് അതല്ലെങ്കിൽ MLT ഡിപ്ലോമ കോഴ്സ് ഉള്ളവരാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് കേട്ടോ, ക്വാളിഫിക്കേഷൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ദ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT. അതായത് കസ്റ്റമറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമറി ടെസ്റ്റ് പതിവ് പരിശോധനകളാണ് കേട്ടോ. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിവ് പരിശോധനകളാണ്. സോ പെർഫോംസ് ദ കസ്റ്റമറി ടെസ്റ്റ് കേട്ടോ, പതിവ് പരിശോധനകൾ നടത്താം. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ്, ടെസ്റ്റുകളിലെ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ അതിലൊരു ക്വാളിറ്റി എപ്പോഴും ഉറപ്പുവരുത്തുക. ആരുടെ ഗൈഡൻസോടുകൂടി, അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT, അല്ല ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, അതായത് അവർ തന്നെയാണ് നമ്മൾ മെഡിക്കൽ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനില് ഈ പറയുന്ന ലാബിനകത്തുള്ള പതിവ് പരിശോധനകൾ ചെയ്യുക, ടെസ്റ്റുകളുടെ ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷ്വറൻസ് ഒക്കെ ഉറപ്പാക്കുക. ഓക്കെ, അതാണ് ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു MLT കാരനേക്കാളും കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ MLS-കാര്. അപ്പൊ ആ MLS-ന്റെ നേതൃത്വം, അവരുടെ സൂപ്പർവിഷൻ, അവരുടെ ഒരു ഗൈഡൻസിലായിരിക്കും ആര് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ടാവുക, MLT-കാര് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് ആണ് ഫിലബോട്ടോമിസ്റ്റ്. അത് പഠിച്ചു വെക്കുന്നുണ്ടോ. PBTന്റെ ഫുൾ ഫോം ചോദിക്കാം. ഫിലബോട്ടോമിസ്റ്റ് ആരാണ് ഫിലബോട്ടോമിസ്റ്റ്? അദ്ദേഹത്തിന്റെ എന്താണ് പറയുന്നത്, ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഹൈസ്കൂൾ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ബേസിക് എഡ്യൂക്കേഷൻ ആണ് ഹൈസ്കൂൾ. ഓക്കെ, ഹൈസ്കൂൾ ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതുപോലെ തന്നെ ഈ പറയുന്ന ചിലവർ വൊക്കേഷണൽ VHSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ഈ ലാബ് സംബന്ധമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പോയി VHSCയില്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് കോഴ്സുകൾ ചെയ്തവരാവാം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, അവർക്ക് ആ ഒരു വർക്ക് എക്സ്പീരിയൻസും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഏറ്റവും താഴെയുള്ളതാണ് ബേസിക് എഡ്യൂക്കേഷൻ വേണം. പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും ലബോറട്ടറി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിന്റെ ആ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. വിത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ദ ലാബ് ടെസ്റ്റ്. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാല് കളക്ട് ചെയ്യുക കേട്ടോ. അതായത് പേഷ്യൻസിൽ നിന്ന് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ്. മനസ്സിലായല്ലോ. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ വന്നത്. ഏറ്റവും ടോപ്പില് ആരായിരുന്നു? ലബോറട്ടറി ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഏറ്റവും ടോപ്പിലാണല്ലോ. ലാബിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ പേഷ്യന്റിന് ഒരു ഗുണമേന്മയുള്ള പരിചരണം ഉറപ്പാക്കുക. കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആരുടെ? ലബോറട്ടറി ഡയറക്ടർ. തൊട്ടതാണ് നമ്മൾ പഠിച്ചത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലാബിന്റെ ടെക്നിക്കൽ സൈഡ്, അതായത് സാങ്കേതിക ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. തൊട്ട് താഴെ ജനറൽ സൂപ്പർവൈസർ, പേര് പോലെ ജനറൽ ആണ്. സോ ലാബിനകത്തുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ദൈനംദിന കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് ജനറൽ സൂപ്പർവൈസർ. പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ലാബിനകത്ത് ടെസ്റ്റുകൾ അല്ലെ, പതിവ് പരിശോധനകൾ നടത്തുന്നതും ഒരു MLS-ന്റെ ഗൈഡൻസിൽ പരിശോധനകൾ നടത്തി അതിന്റെ ക്വാളിറ്റി ഒക്കെ ഉറപ്പാക്കുന്നത് ഒരു മെഡിക്കൽ MLT-കാരാണ് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുന്നത്. MLT-കാരും ചെയ്യും, MLS-കാരും ചെയ്യും. MLT-കാരാണ് ലാബിലെ പരിശോധനകളൊക്കെ നടത്തുന്നത്, ഈ സാമ്പിളുകളൊക്കെ പരിശോധന നടത്തുന്നത്. ലാസ്റ്റ് പറഞ്ഞത് ഫിലബോട്ടോമിസ്റ്റ് ആണ്, PBT. അവരെന്താ ചെയ്യുന്നത്? പേഷ്യൻസിൽ നിന്നും ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയാണ് ഹൈറാർക്കി വരുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗങ്ങൾ നോക്കാം കേട്ടോ.
അടുത്ത ഭാഗങ്ങൾ വരുന്നത് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഫിലിബോട്ടോമിസ്റ്റ. ക്ലാസ്സിന് ശ്രദ്ധിക്കാട്ടോ, ഞാൻ ഒരുപാട് പറയുന്നുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, ഫിലിബോട്ടോമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുക കേട്ടോ. കളക്ട് ചെയ്യുന്ന ആളാണ് ഫിലിബോട്ടോമിസ്റ്റ്. ഓക്കെ, അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങൾ അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി changes with the needs of the clinical research or service provided by the laboratory. But the basic needs should meet the regulatory and international standards. അതായത് നമ്മൾ ഈ ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം പല ലാബുകൾ തന്നെ സൈസിലും ഒക്കെ എല്ലാത്തിനും വ്യത്യാസം ഉണ്ട് അല്ലെ. ലാബുകൾ ചെറിയ ലാബ് തൊട്ട് വലിയ ലാബുകൾ വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെറിയ ലാബുകളാകുമ്പോൾ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാര്യം അതിനുള്ള റിസോഴ്സസേ അവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം വലിയ വലിയ ലാബുകളാകുമ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഒത്തിരി റിസോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും DD ഗ്യാസ്റ്റേഡ് ഇഷ്ടം പോലെ ലാബുകള് നമുക്ക് കാണാനായിട്ട് കിട്ടും. എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ലാബുകളാണ് അല്ലെ. ഒരുപാട് എക്യുപ്മെന്റ്സ് ഒത്തിരിയേറെ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സർവീസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലേക്ക് ചെറിയ ലോക്കൽ ലാബുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ വലിയ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ചേഞ്ചസ് വിത്ത് നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ റിസർച്ച് ഓർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ലബോറട്ടറി അല്ലെ. ഒരു ലബോറട്ടറിയുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോ ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ. ശരിയല്ല, ചെറിയ ലാബാണെങ്കിൽ ചെറിയ സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. വലിയ ലാബ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് ദ ബേസിക് നീഡ്സ് ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷെ ബേസിക് നീഡ്സ് അതായത് ഒരു ബേസിക് ഫെസിലിറ്റി, ഒരു ലാബിന്റെ ബേസിക് ഫെസിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തിനനുസൃതമായിരിക്കണം? റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് മാനദണ്ഡമാക്കിക്കൊണ്ടാവണം പ്രവർത്തിക്കുന്നത്. ഇത്ര ചെറിയ ലാബ് ആണെങ്കിൽ കൂടിയും ബേസിക് ആയിട്ട് ഫെസിലിറ്റികൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസൃതമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് ഏതൊരു ചെറിയ ലാബിനകത്തും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലാബിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നിട്ട് തോന്നിയ രീതിയിലുള്ളതല്ല. ബേസിക് ഫെസിലിറ്റി ആണ് ഉള്ളതെങ്കിൽ കൂടിയും അത് എന്തിനടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം? ഈ പറയുന്ന റെഗുലേറ്ററി ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിന് അനുസൃതമായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഇത് ഒരു പോയിന്റ് ആണ് കേട്ടോ. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. അതൊരു പോയിന്റ് ആണ്. അതായത് ഒരു ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് അഫക്ട് ചെയ്യുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ അഫക്ട് ചെയ്യും? ഒന്ന്, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ. ശരിയല്ലേ? അവിടുത്തെ ആ ഒരു റിസർച്ച് ഡാറ്റയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവര് ചെയ്തു തരുന്ന ആ റിസൾട്ടിൽ അല്ലെ, ആ റിസൾട്ട് ഡാറ്റയ്ക്കകത്ത് അതിന്റെ ക്വാളിറ്റിനെ ബാധിക്കും. ശരിയല്ലേ? അത്യാവശ്യം നല്ല ഒരു ലാബാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ലാബാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ക്വാളിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ കിട്ടുന്ന റിസൾട്ടിനും അതിനകത്ത് ഇതുണ്ടായിരിക്കും, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഇനി അതാണ് പറയുന്നത് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ. പിന്നെ എന്താണ്? എഫിഷ്യൻസി അല്ലെ. എഫിഷ്യൻസി മീൻസ് ആ ഒരു എന്താ പറയാ, കാര്യക്ഷമതയും നല്ലതായിരിക്കും അല്ലെ. കാര്യക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, ലബോറട്ടറി ജീവനക്കാരുടെ സേഫ്റ്റിയെയും അഫക്ട് ചെയ്യും അല്ലെ. ശരിയല്ലേ? ഇപ്പൊ ഫെസിലിറ്റീസ് കുറഞ്ഞ സ്ഥലത്തെ ഒരു ലാബ് വർക്കേഴ്സും അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളൊക്കെ ഉള്ള ഒരു ലാബിലെ വർക്കേഴ്സിന്റെ സേഫ്റ്റികൾ തമ്മിൽ വ്യത്യാസം വരും അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യല, 3 കാര്യങ്ങൾ അഫക്ട് ചെയ്യും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്ന്, ക്വാളിറ്റി ഓഫ് ദ ഡാറ്റ, തരുന്ന ഡാറ്റയുടെ ക്വാളിറ്റിനെ അഫക്ട് ചെയ്യും. പിന്നെ എഫിഷ്യൻസി, ദാറ്റ് മീൻസ് ആ മൊത്തത്തിലുള്ള ലാബിന്റെ ഒരു പ്രവർത്തനക്ഷമത അല്ലെ, അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, അവിടെയുള്ള വർക്കേഴ്സിന്റെ സുരക്ഷിതത്വത്തിനെ അഫക്ട് ചെയ്യും. മനസ്സിലായി? അതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റ്. അത് മാത്രമാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? 3 കാര്യങ്ങൾ കേട്ടോ. ഒന്ന്, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റനെ എഫക്ട് ചെയ്യുന്നു, എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നു, ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റിയെയും എഫക്ട് ചെയ്യും. അടുത്തത്, the management of the laboratory is responsible for providing sufficient resources to staff,
ടു ഗ്യാരണ്ടി ദി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് എ ലബോറട്ടറി. അതായത് ഒരു ലാബിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് അവിടുത്തെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെ. നല്ല റിസോഴ്സുകൾ അവർക്ക് കൊടുക്കാം. നല്ല റിസോഴ്സ് കൊടുക്കുമ്പോഴാണ് അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ആ ഒരു പ്രവർത്തനം അവിടെ നടക്കുള്ളൂ. അതിനനുസരിച്ചാണ് കൊടുക്കുന്ന റിസൾട്ടിന് നമുക്ക് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്, ഒരു ലാബിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ ലബോറട്ടറി മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, വേറൊന്നും അതിനകത്ത് കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പൊ ഒരു പോയിന്റ് പഠിച്ചു വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനൊക്കെ അഫക്ട് ചെയ്യും, അതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റ് കേട്ടോ. അടുത്തത്, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. നല്ല ലബോറട്ടറി താഴെ പറയുന്നവർക്ക് വിലയിരുത്തും പറഞ്ഞാൽ ശാലകാരിയായിട്ട് പറഞ്ഞാൽ ഒരു നല്ല ലാബിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഒരു നല്ല ലാബിന് വേണ്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തേത് സൈനേജ് അല്ലെ. സൈനേജ് നമുക്കറിയാം, സൈനേജ് ചിത്രങ്ങളാവാം, അടയാളങ്ങളാവാം, പ്രതീകങ്ങൾ, എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ സൈനേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അല്ലെ. ഈ പറയുന്ന ഒരു അടയാളങ്ങൾ, ഇപ്പൊ ചിത്രങ്ങൾ ഇപ്പോഴും ഇവിടെ സൈനേജ് ബോർഡുകൾ എവിടെ ഉണ്ടായിരിക്കണം? ലാബിന്റെ അകത്തും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പുറത്തും പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സൈനേജ് ബോർഡിൽ ഉണ്ടാവേണ്ട കാര്യങ്ങള്? ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നെയിം അല്ലെ, പേരുണ്ട്. അപ്പൊ നമ്മളൊരു ഇവിടെ പോകുമ്പോൾ അതൊരു എക്സ്റേ ലാബ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയണേ? എക്സ്റേ ലാബ് എന്ന് അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഒരു കത്തീറ്ററില്ല, കാത്ത് ലാബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ കാർഡിയാക് യൂണിറ്റിൽ പോകുമ്പോൾ കാത്ത് ലാബിന് എല്ലാത്തിനും ലാബിന് അവിടെ പേര് എഴുതി വെക്കും അല്ലെ. നെയിം വേണം. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, ഓരോ ലാബിനും അവർക്കായിട്ടുള്ള ഒരു യുണീക്ക് ഒരു ഐഡന്റിറ്റി രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, അത് അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? സർവീസസ് ഓഫേർഡ്, എന്തെല്ലാം സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് അല്ലെ, പ്രവർത്തന സമയം അല്ലെ, എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാണ് അവിടുത്തെ വർക്കിംഗ് ടൈം എന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ കേട്ടോ. വർക്കിംഗ് അവേഴ്സ് കോമ ഇടണേ, കോണ്ടാക്ട് നമ്പർ കേട്ടോ. കോണ്ടാക്ട് നമ്പർ, അതായത് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ. പിന്നെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, വിവിധ സേവനങ്ങൾക്ക് അല്ലെങ്കിൽ വിവിധ പരിശോധനകൾക്ക് അവർ ഈടാക്കുന്ന ഫീസുകളും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം. ഓക്കെ, അതാണ് അപ്പൊ സൈനേജ് ഉദ്ദേശിക്കുന്നത്. സൈനേജ് എന്ന് പറയുമ്പോൾ അത് ലാബിന്റെ അകത്തും പുറത്തും പ്രദർശിപ്പിച്ചിരിക്കണം. അതിനകത്ത് ലാബിന്റെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, അവർ കൊടുക്കുന്ന സേവനങ്ങള്, അവരുടെ പ്രവർത്തന സമയം, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ, അതുപോലെ തന്നെ പല വിവിധ സേവനങ്ങൾക്ക് അവർ ഈടാക്കുന്ന പേയ്മെന്റ് ഫീസ് എത്രയാണെന്ന് അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതൊരു നല്ല ലാബിന് വേണ്ട കാര്യമാണ് കേട്ടോ സൈനേജ്. രണ്ടാമത്തത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് അപ്ലിക്കബിൾ. അതായത് അത്യാവശ്യം വേണ്ട എന്താ പറയാ ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കണം. അത്യാവശ്യം വേണ്ട ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങളെല്ലാം ലാബിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ യു സേഫ്റ്റി സൈനേജ്. നിങ്ങൾ സൈനേജുകൾ ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ചിത്രങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ. ഇതൊക്കെ സൈനേജുകളാണ് കേട്ടോ. സൈനേജ് അല്ല, സോറി, ഈ പറയുന്ന സേഫ്റ്റി സൈനേജുകളാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതെല്ലാം ഉണ്ടായിരിക്കണം. യൂസ് സേഫ്റ്റി സൈനേജ് ഉണ്ടായിരിക്കണം ആസ് അപ്ലിക്കബിൾ. അതായത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ എപ്പോഴും എന്ത് വെച്ചിരിക്കണം? സേഫ്റ്റി സൈനേജുകള്. ഇപ്പൊ ബയോഹസാർഡ് ആണെങ്കിൽ ബയോഹസാർഡ് എന്ന് അവിടെ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ ആണെങ്കിൽ ഇൻഫ്ലേമബിളിനുള്ള സൈനേജ്. അത് ഒരു സേഫ്റ്റി മെഷർ ആണ് അല്ലെ. അവിടെ കടക്കുന്ന ജീവനക്കാരെ അതേ സേഫ്റ്റിയോട് കൂടി വേണം അവിടെ ചെല്ലാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. സോ എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് എമർജൻസി പ്ലാൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. എമർജൻസി പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫയർ, കെമിക്കൽ സ്പില്ലേജ്, വാതക ചോർച്ചയൊക്കെ ഉണ്ടാവില്ലേ, ലാബ് ആക്സിഡൻസ് എക്സെട്ര. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, എന്തെങ്കിലും പെട്ടെന്ന് തീപിടുത്തുണ്ടായി, മറ്റെന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ്, ചോർച്ചകൾ ഉണ്ടായി, വാതക ചോർച്ചകളൊക്കെ ഉണ്ടായ പെട്ടെന്ന് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്ലാനിങ് അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു നല്ല ലാബിലും ഉണ്ടായിരിക്കും അല്ലെ. എമർജൻസി പ്ലാൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? കോൺസ്റ്റന്റ് പവർ സപ്ലൈ അല്ലെ. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള വൈദ്യുത വിതരണം ഒരു ലാബില് അത്യാവശ്യമാണ് കേട്ടോ. കോൺസ്റ്റന്റ് പവർ സപ്ലൈ. കാര്യം എന്താന്ന് വെച്ചാൽ വളരെ മൈക്രോ ആയിട്ടുള്ള
ടെസ്റ്റിങ്ങുകളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലെ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വെളിച്ചവും വൈദ്യുതിയൊക്കെ അവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. സോ കോൺസ്റ്റന്റ് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. വെന്റിലേഷൻ അത്യാവശ്യത്തിന് വായു സഞ്ചാരമുള്ള വായുപ്രവാഹം ഉണ്ടായിരിക്കണം. അതുപോലെ എൻവിയോൺമെന്റ് കൺട്രോൾ അല്ലെ, ആ ലാബിനകത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അല്ലെ, ഈ പറയുന്ന ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി ആ ഈർപ്പത്തിന്റെ അളവ് അതെല്ലാം എന്തായിരിക്കും ഏകദേശം ഒരു ബാലൻസ്ഡ് ആയിരിക്കും. കൂടാനും കുറയാനും ഒന്നും പാടില്ല. കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇത്തരം ക്ലിനിക്കൽ സ്പെസിമെൻസിലാണ് പരിശോധന നടത്തുന്നത്. അപ്പൊ ആ ഒരു എൻവിയോൺമെന്റിന്റെ ടെമ്പറേച്ചർ വാരിയേഷൻ, ഹ്യൂമിഡിറ്റി വാരിയേഷൻസ് ഒക്കെ ആ സാമ്പിളുകളിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് ടെസ്റ്റുകളിൽ വാരിയേഷൻ കാണിക്കും. അത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കലാണല്ലോ ലാബിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ എൻവിയോൺമെന്റ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ലാബിനകത്ത് എൻവിയോൺമെന്റ് കൺട്രോൾ കേട്ടോ. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, നേരത്തെ പറഞ്ഞതാണ് ആവശ്യത്തിന് വെളിച്ചവും വെട്ടമൊക്കെ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. കാര്യം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പരിശോധനകളാണ് അവിടെ കൂടുതലും നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അടുത്ത പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. എന്താണ് റെഫറൽ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റെഫറൽ സെന്റർ ചില ലാബുകളിൽ സ്പെസിമെൻസ് കളക്ട് ചെയ്താൽ അവിടെ തന്നെ ആയിരിക്കണം എന്നില്ല ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ടെസ്റ്റിംഗ് നടക്കുന്നത് വേറെ ലാബിലായിരിക്കും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പൊതുവെ അങ്ങനെയാണ്. തൈറോയിഡിന്റെ ഒക്കെ ടെസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അവർ നമ്മളോട് പറയും 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അവർക്ക് ഇന്ന് എത്ര ദിവസം വന്നിട്ട് ആ സ്പെസിമെൻ അവരെ കളക്ട് ചെയ്തിട്ട് വേറെ ലാബിലോട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തിയിട്ട് തിരിച്ച് ടെസ്റ്റ് റിസൾട്ട് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം നമ്മൾ അതായത് ഒരു ലാബ് ദാറ്റ് സജസ്റ്റ് അനദർ ലാബ് ഫോർ ടെസ്റ്റ്. അതാണ് റെഫറൻസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാബ് വേറൊരു ലാബിന് ടെസ്റ്റിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യണം. ആ മറ്റൊരു ലാബുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റെഫറൻസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അത്തരം റെഫറൻസ് സെന്റേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് ചിലപ്പോൾ ബ്ലഡ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. കളക്ട് ചെയ്തിട്ട് അത് പോകുന്നത് വേറെ ലാബിലോട്ടായിരിക്കും. അതാണ് റെഫറൻസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് സാമ്പിൾസ് പാസ് ചെയ്ത് കഴിഞ്ഞാല് സോറി കേട്ടോ, ഒരു കോള് വന്നായിരുന്നു കേട്ടോ. ഒരു കോള് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇത്തരം റെഫറൻസ് സെന്റേഴ്സിലേക്ക് നമ്മൾ സാമ്പിൾസ് അയച്ചു കഴിയുമ്പോൾ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം റെഫറൻസ് സെന്റേഴ്സ് ആയിട്ട്. അടുത്ത പോയിന്റ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ് അല്ലെ. ഈ പറയുന്ന റെഫറൽ സെന്റേഴ്സിലേക്ക് സാമ്പിളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി. ചിലപ്പോൾ ഒരു വ്യക്തികൾ മുഖേനയായിരിക്കാം സാമ്പിളുകൾ പാസ് ചെയ്യും. ചിലപ്പോൾ ഒരു വാഹനം വഴിയായിരിക്കാം സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് റെഫറൽ സെന്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓഫ് സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്, അതും ഒരു നല്ല ലാബിന് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. എന്താണ് കാർസിനോജൻ? കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ അല്ലെ. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കള് ഏജൻസിനെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത് കേട്ടോ. കാർസിനോജൻ നമ്മൾ പറയാണ് ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. അപ്പൊ നോക്കുക, ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ് ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് ദ പ്രോപ്പർ വാർണിംഗ് സൈൻസ്. അതായത് നമ്മൾ ഈ ലാബില് കാർസിനോജൻസ് ഉണ്ടായിരിക്കാം, ക്യാൻസറിന് കാരണമാവുന്ന ഏജൻസ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ കാർസിനോജൻസ്, അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സുകള്, ബയോഹസാർഡ്സ്. ദാറ്റ് മീൻസ് ബയോഹസാർഡ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുണ്ടാവുന്ന, ഇപ്പോ നമുക്കറിയാം, ഒരു മിനിറ്റ്
അതായത് കാർസിനോജൻസ് ഉണ്ടായിരിക്കും, അതുപോലെ റേഡിയോ ഐസോട്ടോപ്സ് ഉണ്ടായിരിക്കും. റേഡിയേഷൻ എമിറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആ റേഡിയേഷൻ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പല ഹാർംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ റേഡിയോ ഐസോട്ടോപ്സ്, അതുപോലെ തന്നെ ബയോ ഹസാർഡ്സ് കേട്ടോ. ബയോ ഹസാർഡ്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്നൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ലാബിനകത്ത് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ സാമ്പിൾസ് ആണ് ഈ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അത് ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കും ചിലപ്പോൾ അസുഖങ്ങൾ വരാം. കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ബയോ ഹസാർഡ്സ്, ബയോളജിക്കൽ ഈ പറയുന്ന സ്പെസിമെൻസിന്റെ ഒക്കെ വേസ്റ്റും മറ്റുമാണ്, അത് ഇൻഫെക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ബയോ ഹസാർഡ്സ്. പിന്നെ ലേസർ എന്ന് പറയുമ്പോൾ ഒരു തീവ്രമായിട്ടുള്ള പ്രകാശം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. അങ്ങനെയുള്ള റേഡിയേഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയകളെല്ലാം ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് പ്രോപ്പർ വാർണിംഗ് സൈൻ. ശരിയായിട്ടുള്ള വാർണിംഗ് സൈനോട് കൂടി തന്നെ ഇത്തരം ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ടു ഇഷ്യൂ അല്ല കേട്ടോ, to issue cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glasswares, toilet facilities for staff and for patient. എന്താണ് ടു ഇഷ്യൂ എന്ന് പറഞ്ഞാല്? ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒഴിവാക്കുക കേട്ടോ. ടു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക കേട്ടോ. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? ആ വാക്കിനും വരും കേട്ടോ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് കേട്ടോ. അതായത് സൂക്ഷ്മ രോഗാണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും, സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം, അതാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? To issue cross contamination, the basic infrastructure facility should have separated designated areas. അതായത് ഇത്തരത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം ഏറ്റവും നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ലാബ് എന്ന് പറയുന്നത്, ലബോറട്ടറി. അപ്പൊ ആ ഒരു വ്യാപനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ലാബിനകത്ത് ഓരോ കാര്യത്തിനും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ കാര്യങ്ങൾക്കും അവിടെ പ്രത്യേകം ഏരിയകൾ അലോക്കേറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം എല്ലാം ഒരുമിച്ചാണെങ്കിൽ ഈ പറയുന്ന ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെല്ലാത്തിനും ഓരോരോ കാര്യങ്ങൾക്കും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഓരോ ഏരിയ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടാമിനേഷൻ, ക്രോസ് കണ്ടാമിനേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഷുഡ് ഹാവ് സെപ്പറേറ്റഡ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഫോർ റിസപ്ഷൻ ആയിട്ടൊരു പ്രത്യേക ഏരിയ, സ്പെസിമെൻ കളക്ഷൻ ആയിട്ടൊരു പ്രത്യേക ഏരിയ, വെയിറ്റിംഗിന് വേണ്ടി പ്രത്യേക ഏരിയ, അതുപോലെ വർക്ക് ഏരിയ അല്ലെ, ഈ പറയുന്ന ടെസ്റ്റുകളും മറ്റും ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടൊരു വർക്ക് ഏരിയ, പിന്നെ ഡിസ്പോസൽ ഏരിയ അല്ലെ, വരുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് വ്യത്യസ്തമായിട്ടൊരു ഏരിയ അതിന് വേണ്ടി വേണം. അതുപോലെ തന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ഈ പറയുന്ന ഗ്ലാസ് വെയേഴ്സ് ഒക്കെ ഈ പറയുന്ന ഒത്തിരി ഉണ്ടാവുമല്ലോ, കോണിക്കൽ ഫ്ലാസ്ക്, മറ്റുള്ള ബീക്കർ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പൊ അത്തരം ഗ്ലാസ് വെയേഴ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റാഫ് ആൻഡ് ഫോർ പേഷ്യൻസ് അല്ലെ. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവണം. നമ്മൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഫോർ സ്റ്റാഫ് ഫോർ പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും. കാര്യം പേഷ്യൻസ് പോയ സ്ഥലത്ത് സ്റ്റാഫ് പോകുമ്പോൾ നമുക്കറിയാം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾക്കും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഡെസിഗ്നേറ്റഡ് നിയുക്തമായിട്ടുള്ള ഓരോന്നിനും ഒരു സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇതാണ്, സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് വേറെവർ അപ്ലിക്കബിൾ. അത് ഈ പറയുന്ന സ്പെസിമെൻസ്, സാമ്പിളുകൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയും ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് കോൾഡ് സ്റ്റോറേജിലായിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇനി എന്താ പറയുന്നത്, ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആക്സസ് ടു എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസ്. പക്ഷെ ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, ഒരു അധികാരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന എക്സാമിനേഷൻ ഏരിയയിലേക്കും അതുപോലെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയയിലേക്കും പ്രവേശനം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അവിടേക്ക് കയറാനായിട്ട് പറ്റില്ല.
ഓതറൈസ്ഡ് വ്യക്തി ആരാണോ അദ്ദേഹത്തിന് മാത്രമേ ഒരു ലാബിന്റെ എക്സാമിനേഷൻ എഴുതാനും റെക്കോർഡ് കീപ്പിംഗ് ഏരിയസിനും എന്താണ് എൻട്രി ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആക്സസ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട എന്താ പറയാ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു സൈനേജ് ഉണ്ടായിരിക്കണം. സൈനേജിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മനസ്സിലായില്ലേ? പേര്, രജിസ്ട്രേഷൻ നമ്പർ, സർവീസുകൾ, വർക്കിംഗ് അവേഴ്സ്, കോൺടാക്ട് നമ്പർ, പിന്നെ ഒരു സർവീസിന് കൊടുക്കുന്ന ഫീസുകളൊക്കെ കൃത്യമായിട്ട് സൈനേജിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അത്യാവശ്യം ഈ പറയുന്ന സുരക്ഷ, സേഫ്റ്റി അല്ലെ, ഈ പറയുന്ന ആരോഗ്യ സുരക്ഷാ റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ എമർജൻസി പ്ലാൻസുകൾ ഉണ്ടായിരിക്കണം. അല്ലെ, പെട്ടെന്ന് ഒരു തീപിടുത്തം വന്നാൽ, ഒരു വാതക ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി പ്ലാൻസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. തുടർച്ചയായിട്ടുള്ള വൈദ്യുതി വിതരണം ഉണ്ടായിരിക്കണം. അതുപോലെ വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോള്, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. റെഫറൻസ് സെന്റേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെഫറൻസ് സെന്ററിലേക്ക് സാമ്പിളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്പ്, ബയോ ഹസാർഡ്സ്, അങ്ങനെ എന്താ പറയാ ഹാംഫുൾ ആയിട്ടുള്ള ഇത്തരം റേഡിയേഷൻസ് ഒക്കെ ഉള്ള ഏരിയകള് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ലാബിലെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം ഏരിയകൾ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സാമ്പിളുകൾ കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് കോൾഡ് സ്റ്റോറേജ് കേട്ടോ. പക്ഷെ അങ്ങനെയുള്ള ഏരിയയിലേക്ക് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, ഒരു അധികൃത ആയിട്ടുള്ള അധികാരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരം ഏരിയയിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്? അത്രയും പറഞ്ഞത്. നമുക്ക് ക്ലാസ് എന്നിട്ട് മൈൻഡ് അപ്പ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ഐസോട്ടോപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ? റേഡിയോ ഐസോട്ടോപ്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ? എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് കേട്ടോ. റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അത് അൺസ്റ്റേബിൾ ആണ് ശരിക്കും, പക്ഷെ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ? നമ്മള് കാർസിനോജന് ക്യാൻസറിന് കാരണമാകുന്ന ഏജൻസ് ആണ് കേട്ടോ. കാർസിനോജന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഇനി എവിടെ കാർസിനോജൻ കേട്ടിട്ടുള്ള ഓർക്കണം, ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. പറഞ്ഞു. ഹൈറാർക്കിയിലെ ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ? ഫിലബോട്ടോമിസ്റ്റ് ആണോ? ഫിലബോട്ടോമിസ്റ്റിൽ പഠിക്കണം PBT ട്ടാ. PBTയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ഫിലബോട്ടോമിസ്റ്റ് ആണ് കേട്ടോ. അത് ആദ്യം പഠിച്ചു വെക്കണം. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഡിഗ്രി. ഹൈസ്കൂൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഡിഗ്രി എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. ബേസിക് എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഞാൻ ചേർത്ത് പറഞ്ഞു മാത്രം. ഹൈസ്കൂൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ, ദാറ്റ് മീൻസ് ബേസിക് എഡ്യൂക്കേഷനും പിന്നെ ട്രെയിനിങ്ങും വേണം. അതായത് ഇപ്പൊ VHSCയിലൊക്കെ ലാബിന്റെ ഇത് കൊടുക്കുന്നുണ്ട്. ഈ VHSC ഉണ്ടല്ലോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ലാബ് സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് കോഴ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പരിശീലനങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരിക്കണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം കേട്ടോ. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാല് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ദ ലാബ് ടെസ്റ്റ്. ലാബ് പരിശോധനയ്ക്കായിട്ട് പേഷ്യൻസിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. ബ്ലഡ് കളക്ട് ചെയ്യുന്ന അവരെയാണ് നമ്മള്, അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. ലാബ് പരിശോധനയ്ക്കായിട്ട് രോഗികളിൽ നിന്നും എന്ത് ചെയ്യാം? ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യാം കേട്ടോ, ശേഖരിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഹൈറാർക്കി 4 എന്ന് പറയാം. നെറ്റ് കട്ടായി പോയായിരുന്നു. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അല്ലെ, MLT അല്ലെ, MLT അല്ലെ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അവരുടെ യോഗ്യത എന്താണ്? MLT-കാരാണ് മോളെ ലാബിനകത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. MLT-കാരാണ് കേട്ടോ. MLT പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അവരുടെ യോഗ്യത എന്ന് പറയുന്നത് MLT-യിൽ ഒന്നിനും ഡിഗ്രി ചെയ്തവരായിരിക്കണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഡിഗ്രി കോഴ്സ് ചെയ്തവരായിരിക്കണം. അതല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, MLT-യുടെ തന്നെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു 2 വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ആ കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരും 3 വർഷത്തെ ഡിഗ്രി ഉള്ളവരും ആകാം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കേട്ടോ, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ എന്താണ്? സർട്ടിഫിക്കേഷൻ, അതായത് ഈ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, ലാബിൽ പ്രവർത്തിക്കുന്നതിനുള്ള ബോർഡ് സർട്ടിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ്. കസ്റ്റമറി എന്ന് വെച്ചാൽ പതിവ് പരിശോധന കേട്ടോ.
പതിവ് പരിശോധനകൾ, പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് MLS or MT. അതായത് ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റിന്റെ കീഴില് അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ എന്ത് ചെയ്യാം, ലാബിനകത്തുള്ള പരിശോധനകൾ നടത്തുന്ന വ്യക്തി. ലാബിനകത്ത് പരിശോധനകൾ നടത്തുന്ന ആരാണ്? MLT കാരാണ്. ഓക്കെ, ആരുടെ സൂപ്പർവിഷനിലാണ് അവർ പരിശോധന നടത്തുന്നത്? അതിന്റെ തൊട്ട് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, MLS, അതായത് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ഉണ്ടാവും. അവരുടെ ഗൈഡൻസോട് കൂടിയിട്ട് അവരുടെ സൂപ്പർവിഷനില് എന്ത് ചെയ്യണം? ലാബിന്റെ പരിശോധനകൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ശരിയല്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. ശരി.